എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ. മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ്. അവിടെയാണ് സ്വർണം ഒരുക്കുന്നത് പോലീസ് പിടിച്ചിട്ട്. ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടക്കാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത്ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടാക്കാൻ സുജിത്ദാസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അമ്മ പറഞ്ഞല്ലോ ഞാന്. നമസ്കാരം. CPM-നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എന്ന് വിശേഷണമുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനും എതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ADGP അനിൽകുമാർ സ്വർണ്ണക്കള്ളക്കടത്തു സംഘവുമായി ബന്ധമുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട്, കോടിക്കണക്കിന് രൂപ അനധികൃതമായി ADGP ഉണ്ടാക്കിയിരിക്കുന്നു, തിരുവനന്തപുരത്ത് കവടിയാറിൽ ഭൂമിക്ക് പൊന്നും വിലയുള്ള സ്ഥലത്തിലാണ് ADGP ഇപ്പോൾ ഒരു കൊട്ടാരം തന്നെ നിർമ്മിക്കുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു PV അൻവർ പൊതു സമൂഹത്തിൽ നിറഞ്ഞു നിന്നത്. മാധ്യമങ്ങൾ ഉത്സവാഘോഷ തിമിർപ്പോടുകൂടി PV അൻവറിന്റെ വാക്കുകൾ കൊണ്ടാടുകയായിരുന്നു, ചർച്ചയാക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച PV അൻവറിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. താക്കീത് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട PV അൻവർ കട്ടക്കലിപ്പോടുകൂടിയാണ് സംസാരിച്ചത്. ഞാൻ എൻ്റെ ഈ ആരോപണങ്ങളൊന്നും തന്നെ പിൻവലിക്കുന്നില്ല, ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ആരൊക്കെ ഏതൊക്കെ തരത്തിൽ കളവ് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അനീതി നടത്തിയിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. കൃത്യമായി ഇനിയും അത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ താൻ പ്രതികരിക്കും എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് PV അൻവർ പറഞ്ഞത്. PV അൻവർ MLA-യുടെ ഈ പ്രതികരണം അത്രയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ മാത്രമാണോ അതോ മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ആരോപണമാണോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി വീട്ടിൽ നിന്നും വന്ന് മുഖ്യമന്ത്രി ആയ ഒരാളല്ലല്ലോ, അദ്ദേഹത്തെ പാർട്ടിയാണല്ലോ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത്. അതുകൊണ്ട് ഞാനിത് പാർട്ടിയോട് പറയുന്നു, പാർട്ടിയോട് പ്രതിബദ്ധതയുള്ള ഒരു സഖാവ് എന്ന രീതിയിൽ കൃത്യമായി മുഖ്യമന്ത്രിയും ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് തന്നെയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. അതായത് മുഖ്യമന്ത്രിക്കും ഇതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്, മുഖ്യമന്ത്രിയും ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ, അവധാനതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ള ഒരു ധ്വനി കൂടിയായിരുന്നു PV അൻവറിന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത്. താൻ ഒരു കാരണവശാലും ഈ ആരോപണങ്ങളിൽ നിന്നും മുന്നോട്ട് പോകില്ല. എന്തുകൊണ്ടാണ് ഗുരുതര ആരോപണങ്ങളിൽ പെട്ട പത്തനംതിട്ട SP, അതായത് മുൻ മലപ്പുറം SP ആയ P. സുജിത്ദാസ് അവധിയിൽ പോയത് എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? കൃത്യമായും സ്വർണ്ണക്കടത്ത് സംഘവുമായി SP-ക്ക് ബന്ധമുണ്ട്. കൊണ്ടോട്ടിയിലുള്ള സ്വർണ്ണപ്പണിക്കാരനായ ഗോൾഡ് സ്മിത്തായ പണിക്കാരൻ ഉണ്ണിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഉണ്ണി ഇപ്പോൾ തൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്ന വ്യഗ്രതയിലാണ് എന്നുകൂടിയാണ് PV അൻവർ എടുത്തു പറഞ്ഞത്. അതായത് കസ്റ്റംസ് പിടിക്കുന്ന സ്വർണ്ണങ്ങൾ അത്രയും ഉണ്ണിയുടെ കടയിൽ വെച്ചാണ് ഉരുക്കി അത് തിരിച്ച് ഏൽപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഉരുക്കി തിരിച്ചേൽപ്പിക്കുന്ന അവസരത്തിൽ പിടിക്കുന്ന സ്വർണം എത്ര അളവാണോ ആ അളവിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയതിന് ശേഷം തന്നെയാണ് ഉണ്ണി കസ്റ്റംസിന് ഏൽപ്പിക്കാറുള്ളത് എന്നാണ് PV അൻവർ പറയുന്നത്. ഇത് അതീവ ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഈ ആരോപണത്തിൻ്റെ പുറകിൽ, അതായത് സ്വർണം ഉരുക്കി കഴിഞ്ഞ് കൃത്യമായ ഒരു ശതമാനം കയ്യിൽ വാങ്ങിക്കുന്നത് നേരത്തെ പറഞ്ഞ SP സുജിത്ദാസ് അടക്കമുള്ള സംഘം തന്നെയാണ്. പത്തനംതിട്ട SP ആയിരിക്കുമ്പോഴും പത്തനംതിട്ടയിൽ ഇരുന്നു കൊണ്ട് തന്നെ SP സുജിത്ദാസ് ഇത്തരം ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നടിക്കുകയായിരുന്നു. ഫലത്തിൽ PV അൻവറിന്റെ ഇത്തരം വെളിപ്പെടുത്തലുകൾ CPM-നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെയുള്ള കടന്നുകയറ്റം തന്നെയായിരുന്നു. താൻ ഇതുകൊണ്ടൊന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അന്വേഷണം അട്ടിമറിക്കാം എന്നൊരു വ്യാമോഹമുണ്ടെങ്കിൽ അത് വെറുതെയാണ്. PV അൻവർ ഇതിന്റെ പുറകിൽ തന്നെയുണ്ട്. കൃത്യമായി ഇതിൽ രണ്ടറ്റം കാണുന്നത് വരെ PV അൻവർ പിന്മാറില്ല. ഇനിയും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു സന്ദർഭത്തിൽ താൻ വെളിപ്പെടുത്തും. താൻ ആരെയും ഭയപ്പെട്ട് പിന്നോട്ട് മാറുന്നില്ല. എന്നാൽ തൻ്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചില സൂചനാ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. പ്രമുഖമായ ആളുകളിൽ നിന്നും ചില കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരിലേക്ക് നീളുന്ന ചില സൂചനാ തെളിവുകളാണ്
തെളിവുകളാണ് ഇപ്പോൾ താൻ കൈമാറിയിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട്, അത് താൻ ഉചിതമായ സമയത്ത് പുറത്തുവിടും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെ ഇനിയും തന്റെ കയ്യിൽ മൂർച്ചയേറിയ അസ്ത്രങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട SP ആയ ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്ന SP സുജിത് ദാസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അങ്ങയുടെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ? എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രി ആയത്. അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ. അപ്പൊ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം? ജൂനിയർ ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയുണ്ട്? അല്ല, അന്വേഷണം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നോക്കാം. ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ, അവരുടെ ലൈഫ് ഹിസ്റ്ററിയില്ല നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 ആണ്, ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും. മനസ്സിലായില്ലേ? എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം. അന്വേഷണം എങ്ങനെ പോകുന്ന നോക്കാം നമുക്ക്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന് നടത്തുന്നതിലെ വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തറിയോ, നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം അല്ല ഞാൻ പറയട്ടെ, കണ്ട് ശീലിച്ചവരാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു, ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം SP-യുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും CM-ന്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല. എന്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്റ്റാഫിന്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെയുള്ള എന്റെ ഗൺമാന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ്. ബാക്കി ഇപ്പൊ ഞാനിത് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു, മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു, ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാന്ന്. അങ്ങേക്ക് ഈ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ മതി? അല്ലല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എന്റെ തീരുമാനമാണ്. അല്ല, അതൊക്കെ നമുക്ക് നോക്കാം. അന്വേഷണമൊക്കെ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാലോ. ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അന്വേഷണം നടക്കുമല്ലോ, അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും. മനസ്സിലായോ? ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവരുത്തരം പറയേണ്ടി വരും. ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ, അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും. അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം. അതിനു മുന്നിൽ ഞാനുണ്ടാകും. അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരെ കള്ളാന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും. പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ. പ്രതിപക്ഷ മുന്നണികൾ പറയുന്നത് CBI അന്വേഷണം വേണമെന്നാണ്. അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം വിട്. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം? അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇവിടുത്തെ ഏജൻസി, ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ. ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല. അല്ല, അത് നമുക്ക് പിന്നെ പറയാം. അറിയൂല, അത് ഇങ്ങോട്ട് തന്നെ മറിയും. പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ, മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ, നമുക്ക് കാണാം. അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു. അയൽവാസികളോട് പലരോടും ആവശ്യപ്പെടും. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ്. അവിടെയാണ് സ്വർണം മുറിക്കുന്നത് പോലീസ് പിടിച്ചിട്ട്.
ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടക്കാണ്. ആ വീഡിയോ ഉണ്ടോടാ? അവൻ അയച്ച വീഡിയോ ഇവിടെ കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് അടുത്ത് കൊണ്ടോട്ടിന്ന് വന്ന ആ വീഡിയോ എടുക്ക്. മനസ്സിലായോ? ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രസ് ചെയ്യുന്ന വിൽക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ഗോൾഡ് സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അതിന് രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യില്. അവനെ പിടിച്ചാൽ അറിയും ഇതിന്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത്താസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത്താസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാന്. അല്ല, ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്. എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി? ഒന്ന് പോയി അന്വേഷിക്കുന്നത്. തൃശ്ശൂർ പോയി അന്വേഷിക്കുന്നത്. അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ വീഡിയോ അയച്ചത്.